അമ്മോ, നിന്റെ അഭിയേട്ടനെ നിന്നെ നന്നായിട്ടറിയാം. പിന്നെ വിവാഹത്തിന് മുൻപ് നിങ്ങൾക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടായി. അതൊക്കെ നിങ്ങളുടെ മാത്രം സ്വകാര്യ കാര്യമാണ്. ജയിക്കാൻ എന്ന പോലെ ചിലപ്പോൾ അഭിയേട്ടൻ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ നിന്നോട് പറഞ്ഞു കാണും. അതൊരിക്കലും മനസ്സിൽ വെച്ചായിരിക്കില്ല. നിന്നെപ്പറ്റി അങ്ങനെ എന്തെങ്കിലും നിന്റെ അഭിയേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നീ അങ്ങനെ ഒരു പെണ്ണാണെന്നൊരു ചിന്തയെങ്കിലും ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ നിന്നെ വിവാഹം കഴിക്കുമായിരുന്നോ? നിന്നെ ആ കണ്ണോടുകൂടിയല്ലേ കാണുകയുണ്ടായിരുന്നുള്ളൂ. ഇത് പക്ഷെ അങ്ങനെയൊന്നുമല്ല. നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏട്ടൻ്റെ അനിയത്തിയെപ്പറ്റി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. നീ പറഞ്ഞു അവൾ വിവാഹത്തിന് മുൻപേ ഗർഭിണിയായത് അവൾ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണെന്ന്. നിനക്ക് അവളെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഏതോ ഒരുത്തിന് എന്തോ എന്ന് പറഞ്ഞു എന്ന് കരുതി നീ അങ്ങനെ ഒരു അനിയത്തിയെപ്പറ്റി സ്വന്തം ചേട്ടനോട് പറയുമ്പോൾ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരാങ്ങളെ എന്ന നിലയിൽ ആ ചേട്ടന് ദേഷ്യം വരും. അപ്പോൾ അറിയാതെ തിരികെ ചോദിച്ചു പോയതായിരിക്കും നിന്നോട് അങ്ങനെ. ദേഷ്യം വരുമ്പോൾ നമ്മളായാലും എന്തൊക്കെയാടി പറയുന്നത്? പിന്നീട് അതോർത്ത് നമ്മൾ ദുഃഖിക്കാറില്ലേ? പറയുന്ന തരുണേട്ടൻ തന്നെ ദേഷ്യത്തിൽ എന്തൊക്കെ ചീത്തയാണെന്നറിയോ എന്നോട് പറയുന്നത്. ചിലപ്പോൾ അങ്ങേരുടെ വായിൽ പഴം കുത്തി കയറ്റാൻ തോന്നാറുണ്ട് എനിക്ക്. ഇനി ഒരിക്കലും അങ്ങേരോട് മിണ്ടില്ല എന്ന് മനസ്സിൽ ചിന്തിക്കാറുണ്ട് ഞാൻ. പക്ഷെ പിന്നെയും ദേഷ്യം മാറി വിളിക്കുമ്പോൾ ഞാൻ ചെല്ലും. അത് അങ്ങനെയൊക്കെ തന്നെയാ. ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ടാകും. കുറച്ചൊക്കെ നമ്മൾ ക്ഷമിക്കണമോ? ഇവിടെ നിന്നെ അങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാ. അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതിന് സിദ്ധുവേട്ടന് നല്ല വിഷമമുണ്ട്. രാവിലെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇടറിപ്പോവുകയായിരുന്നു എന്ന് തരുണേട്ടൻ പറഞ്ഞു. തരുണേട്ടന് നല്ല വിഷമമുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ സിദ്ധിയുടെയൊക്കെ മരണത്തിനാണ് ഏട്ടൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കരഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ സിദ്ധുവേട്ടൻ കരയുന്നത് പോലെ തരുണേട്ടന് തോന്നി. അത്രയും വിഷമം ഉണ്ടായിട്ടായിരിക്കണം ചേട്ടൻ അങ്ങനെ. നീ ക്ഷമിക്കടാ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്നാലല്ലേ അവനെ കൊടുക്കാൻ പറ്റുള്ളൂ. സോന പറഞ്ഞതും അമ്മോ അവളെ നോക്കി തലയാട്ടി. സിദ്ധു കരഞ്ഞെന്നൊക്കെ കേട്ടപ്പോൾ അവളുടെ നെഞ്ചുമൊന്ന് വെങ്ങിപ്പോയിരുന്നു. സോന സംസാരിച്ചതിന് ശേഷം അവളെയും കൂട്ടി താഴേക്ക് ചെന്നു. അവിടെ തരുണും സിദ്ധുവും ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടാ, എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ചേട്ടൻ പറഞ്ഞതൊക്കെ തെറ്റ് തന്നെയാ. ചേട്ടൻ്റെ പെങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ചേട്ടന് സഹിച്ചില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ ചേട്ടൻ ഇവളെപ്പറ്റി പറഞ്ഞതും. മറ്റാരിവളോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇവൾക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ ചേട്ടൻ തന്നെ ഇവളുടെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഇവൾക്ക് വിഷമം സഹിക്കാൻ പറ്റാഞ്ഞത്. ഇപ്പോഴും ചേട്ടൻ ചെയ്തത് ന്യായമാണെന്ന് ചേട്ടന് തോന്നുന്നോ? സോന അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഏയ്, ഒരിക്കലും ഇല്ല മോളെ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോയി. ആ സമയത്ത് ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ്. അല്ലാതെ ഒരിക്കൽ പോലും അവൾ അങ്ങനെയാണെന്ന് മനസ്സിൽ ചിന്തിച്ച് പറഞ്ഞതല്ല. ഞാൻ അങ്ങനെ അവളെപ്പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല. അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വരെ ഞാനിപ്പോൾ തയ്യാറാണ്. സിദ്ധു വിഷമത്തോടെ അവളോട് പറഞ്ഞു. കേട്ടല്ലോ അമ്മോ, പറഞ്ഞു പോയത് തെറ്റാണെന്ന് ചേട്ടന് നല്ല ബോധമുണ്ട്. പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ അത് ക്ഷമിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. ഇനിയും ഇങ്ങനെ വഴക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിദ്ധുവേട്ടനില്ലാതെ പറ്റില്ലെന്ന് നീ തന്നെ പറഞ്ഞു. സോന അത് പറഞ്ഞതും സിദ്ധു അവളുടെ മുഖത്തേക്ക് നോക്കി. ചേട്ടൻ അവളെ ഇങ്ങനെ നോക്കണ്ട. അവൾക്ക് ചേട്ടനില്ലാതെ പറ്റില്ലെങ്കിൽ ചേട്ടൻ അവളില്ലാതെയും പറ്റില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനാണെന്നുള്ള രീതിയിൽ അവളെ നോക്കി തലയാട്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നിങ്ങളില്ലാതെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ പരിഭവവും വിഷമവും ഒക്കെ? ദേഷ്യം വാശിയൊക്കെ എന്തിനാ? രണ്ടുപേരും പറഞ്ഞതിൽ തെറ്റുണ്ട്. ചേട്ടൻ പറഞ്ഞതിൽ ഒന്നുകൂടി തെറ്റുണ്ട്. പരസ്പരം നിങ്ങൾ പറഞ്ഞു പോയതിൽ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളപ്പോൾ രണ്ടുപേരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ നോക്കണം. കേട്ടല്ലോ? അവൾ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. നമുക്ക് ഇറങ്ങാൻ തരണേട്ടാ, അവൾ തരുണിനെ നോക്കി പറഞ്ഞു. അത് സോന, ഇവർ തമ്മിലുള്ള പിണക്കം? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അവർക്ക് രണ്ടുപേർക്കും അറിയാം അവരുടെ തെറ്റ്. അതുകൊണ്ട് അവരുടെ തെറ്റ് അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ. അതിനിടയിൽ മൂന്നാമതൊരാളെയും കൂടി കയറ്റി ആ പ്രശ്നം വലുതാക്കണ്ട. അവൾ പറഞ്ഞതും തരുണിനത് ശരിയാണെന്ന് തോന്നി. അവൻ അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞിട്ട് സോനയും കൂട്ടി ഇറങ്ങി. അമ്മോ, തിരികെ മുറിയിലേക്ക് പോകാൻ നിന്ന് അവളെ നോക്കി അവൻ വിളിച്ചു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് സോറി, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാലും ഏട്ടൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അത് വീണ്ടും വീണ്ടും ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. സോറി മോളെ, സത്യമായിട്ടും ഞാനൊന്നും മനസ്സിൽ വിചാരിച്ച് പറഞ്ഞതല്ല. ആ സമയത്ത് ദേഷ്യത്തിന് എന്തോ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. ഒരിക്കൽ പോലും മനഃപൂർവ്വം നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം കൂടി എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാ, എന്നോട് ക്ഷമിക്കണം. അവൻ അവളുടെ നേരെ കൈകൾ കൂപ്പി പറഞ്ഞു. പെട്ടെന്ന് അവൻ അങ്ങനെ അവളുടെ മുൻപിൽ വെച്ച് ചെയ്തതും അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അവൾ തന്നെ അവൻ്റെ കൈ പിടിച്ച് താഴേക്കിട്ടിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. എന്നോടും അഭിയേട്ട് ക്ഷമിക്കണം. ഞാനും സിദ്ധിയെപ്പറ്റി ഒന്നും അറിയാതെ പറഞ്ഞു പോയതാ. എന്നെ ചതിച്ച് വിവാഹം കഴിച്ചതാണെന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ശരിയേതാ തെറ്റേതാന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു.
ഞാൻ അവിയേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചു. സോറി. അവളും തിരികെ പറഞ്ഞു. എന്നോട് ക്ഷമിച്ചോ അമ്മോ? അതോ ഇപ്പോഴും നിന്റെ അവിയേട്ടനോട് ദേഷ്യമാണോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അറിയില്ല, ദേഷ്യമാണോ പരിഭവമാണോ എന്ന്. മറക്കാൻ എനിക്ക് കുറച്ച് സമയം അവിയേട്ടൻ തരണം. പഴയതുപോലെ അവിയേട്ടനെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്നും അവിയേട്ടൻ പറഞ്ഞതും എന്നോട് പ്രവർത്തിച്ചതുമായിട്ടുള്ള എല്ലാം മാഞ്ഞു പോകണം. അതിന് കുറച്ചും കൂടി സമയം അവിയേട്ടൻ എനിക്ക് തരണം. അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എത്ര സമയം വേണമെങ്കിലും നീ എടുത്തോ, പക്ഷെ ഒരിക്കലും നീ എന്നെ വെറുത്തിട്ട് പോവരുത്. എനിക്ക് അതുമാത്രം സഹിക്കാൻ കഴിയില്ല അമ്മു. അത്രയ്ക്കും ജീവനാ എനിക്ക് നിന്നെ. അവൻ അവളോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഷെറിന് ആകെ പേടി തോന്നി. ഒരു സൈഡിൽ അശ്വിനും മറു സൈഡിൽ റിനോഷും. അവൾക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. അവൾ ഫുഡ് പോലും കഴിക്കാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവൾ ഫോൺ എടുത്ത് നോക്കിയതും റിനോഷായിരുന്നു. അവൻ എന്തിനാ തന്നെ വിളിക്കുന്നത് എന്നുള്ള സംശയത്തോടെ അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഷെറിൻ, നീ ഫ്ലാറ്റിലേക്കൊന്നു വാ, അവൻ എടുത്ത പാടെ അവളോട് പറഞ്ഞു. എന്തിനാടാ? അവൾ തിരികെ സംശയത്തോടെ അവനോട് ചോദിച്ചു. സാധാരണ നീ എന്തിനാ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നത്? എന്താണെന്ന് നിനക്കറിയില്ലേ? അവൻ തിരികെ അവളെ നോക്കി ചോദിച്ചു. അത് പിന്നെ എനിക്ക് പീരീഡ്സ് ആടാ. അവൾ പെട്ടെന്ന് നാവിൽ വന്നൊരു കള്ളത്തരം അവനോട് പറഞ്ഞു. ഓ, അല്ല, നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നേ? ഞാൻ പറഞ്ഞപ്പോൾ ഒരു താല്പര്യമില്ലാത്തതുപോലെ. സാധാരണ ഈ കാര്യങ്ങൾക്ക് നീയാണല്ലോ മുൻകൈ എടുക്കാറ്. അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതൊക്കെ നിനക്ക് തോന്നുന്നതാ, പീരീഡ്സിൻ്റെ ആയതിൻ്റെയാണ്. അവൾ മറുപടി പറഞ്ഞതും അവനൊന്ന് മൂളി. പിന്നെ നിന്നോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഞാൻ സിദ്ധുവിൻ്റെയും അമ്മുവിൻ്റെയും ബന്ധത്തിനിടയ്ക്ക് ഒരു വിള്ളലിട്ട് കൊടുത്തിട്ടുണ്ട്. അതെത്രത്തോളം ആളിക്കത്തുമെന്ന് കണ്ടറിയണം. അവൻ കുടിലമായ ചിരിയോടെ അവളോട് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെയെല്ലാം നീ നടത്തിയതല്ലേ റിനോഷ്? സിദ്ധിയെ വരെ നീ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു. പണ്ടെങ്കോ സിദ്ധു സാർ നിന്നോട് എന്തോ ചെയ്തതിൻ്റെ പേരിലല്ലേ നീ അയാളുടെ അനിയത്തിയെ? പിന്നെയും എന്തിനാ നീ അയാളുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത്? അവൾ തിരികെ അവനോട് ചോദിച്ചു. എന്തേ, നാത്തൂൻ്റെ ജീവിതത്തിൽ വിള്ളൽ വീഴുന്നത് വിഷമാവുന്നുണ്ടോ? അവൻ തിരികെ അവളെ കളിയാക്കി. ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞതല്ല. നിന്റെ വാശിയും ദേഷ്യമൊക്കെ നീ തീർത്തതല്ലേ അയാളോട്? ആ പ്രവൃത്തികൾ കൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ കുടുംബത്തെയാണ്. ഇനിയെങ്കിലും നിനക്ക് അയാളെ വെറുതെ വിട്ടൂടെ? അയാൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോട്ടെ. എന്തിനാ അവർക്കിടയിൽ വീണ്ടും നീ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അവൾ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. ഞാൻ പ്രശ്നം ഉണ്ടാക്കും, ഇനിയും പ്രശ്നം ഉണ്ടാക്കും. പെങ്ങളെയും കുടുംബത്തെയും നഷ്ടപ്പെടുമ്പോൾ അവൻ തകർന്നു പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവിടെയും എന്നെ അവൻ തോൽപ്പിച്ചുകൊണ്ട് വലിയൊരു ബിസിനസ്മാനായി. എന്നിട്ട് അവൻ വിവാഹവും കഴിച്ചു. അവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അവന് ഒന്നുമില്ലാതെ ആവണം, എല്ലാം അവന് നഷ്ടപ്പെടണം. സന്തോഷം, സമാധാനം എല്ലാം. അപ്പോഴേ എനിക്ക് സമാധാനമാകൂ. അവൻ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. സിദ്ധിയെ നീ കൊന്നതല്ലേ റിനോഷ്? നിന്റെ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അവൾ ഗർഭിണിയാണെന്ന് നിനക്കറിയായിരുന്നോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അറിയായിരുന്നു. അവൾ ഗർഭിണിയാണെന്നും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ അപ്പനല്ലേ ആദ്യം അറിയേണ്ടത്. അതുകൊണ്ട് അവൾ ആദ്യം വിളിച്ചു പറഞ്ഞതും എന്നെയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവൻ എന്തോ ഓർത്തതുപോലെ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ ഗർഭിണിയാണെന്നും അവൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നിനക്കറിയായിരുന്നോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അറിയായിരുന്നു. ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പോൾ തന്നെ അവൾ എന്നെ വിളിച്ച് പറഞ്ഞല്ലോ. എന്നിട്ട് എന്നിട്ട് നീ എന്താ അവളോട് പറഞ്ഞത്? അവളെ വിവാഹം കഴിക്കാമെന്ന് നീ പറഞ്ഞായിരുന്നോ? ഷെറിൻ സംശയത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു. എന്തിന്? ഞാനെന്തിനാ അവളെ വിവാഹം കഴിക്കുന്നത്? എൻ്റെ വിവാഹം അപ്പോഴേക്കും ഉറപ്പിച്ചായിരുന്നല്ലോ. ഞാനപ്പം തന്നെ പറഞ്ഞതാ അവളോട് ആരും അറിയാതെ അതിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ. അപ്പോൾ അവൾക്ക് വാശി, ജീവിക്കണമെന്ന്. അതും ആ കൊച്ചിനെയും കൊണ്ട്. അവൾ സിദ്ധുവിനോടെല്ലാം തുറന്നു പറഞ്ഞ് അവൻ്റെ അനുവാദവും വാങ്ങി കൊച്ചിനെ ഉണ്ടാക്കി ജീവിക്കാമെന്ന് കരുതി. എനിക്കൊരു വെല്ലുവിളിയായിട്ട്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അതിനാണോ നീ അവളെ കൊന്നത്? ഷെറിൻ സംശയത്തോട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാ കൊന്നത്. എൻ്റെ കാറാണ്. ഞാൻ ആസ്വദിച്ച് അവളുടെ ശരീരത്തിലൂടെ തന്നെ കയറി ഇറങ്ങിപ്പോയത്. അവൻ വല്ലാത്ത ഭാവത്തോടെ അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. എന്നെ ചതിക്കാൻ ശ്രമിച്ചാ ഒരുത്തികളെ ഞാൻ വെറുതെ വിടില്ല, കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അത് കേട്ട് അവൾക്ക് ഭയം തോന്നി. എന്താടി, എന്നെ ചതിക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അവൾ പേടിയോടെ മറുപടി പറഞ്ഞു. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം, അവന് മറുപടി പറഞ്ഞിരുന്നു. ശരി, എങ്കിൽ എനിക്കൊട്ടും വയ്യ, വയറുവേദനയാണ്. അവൾ വീണ്ടും പറഞ്ഞു. ശരി ശരി, ടേക്ക് റെസ്റ്റ്. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു. പിന്നെ കട്ടിലേക്ക് കിടന്നു. എന്നെ ചതിക്കാൻ ശ്രമിച്ചാ ഒരുത്തികളെ ഞാൻ വെറുതെ വിടില്ല. അവൻ്റെ ആ വാക്കുകൾ അവളുടെ കാതിൽ മുഴുകിക്കേട്ടു. അതെ,
ഞാൻ തന്നെ അവളെ കൊന്നത്. എൻ്റെ കാറാണ് ഞാൻ ആസ്വദിച്ച് അവളുടെ ശരീരത്തിലൂടെ തന്നെ കയറി ഇറങ്ങിയത്. അവൻ്റെ വാക്കുകൾ അവൾ വീണ്ടും ഓർത്തു. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. താൻ കൂടെ നിന്ന് അവനെ ചതിക്കുകയായിരുന്നുവെന്ന് എപ്പോഴെങ്കിലും അവൻ അറിഞ്ഞാൽ തന്നെയും ഇതുപോലെ ഇല്ലാതെയാക്കുമെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. താൻ അറിഞ്ഞോ അറിയാതെയോ സിദ്ധിയുടെ മരണത്തിൽ തെറ്റുകാരിയാണ്. ഇപ്പോൾ അശ്വിൻ്റെ കൂടെ നിന്നാൽ തനിക്ക് മാപ്പ് സാക്ഷിയെങ്കിലും ആകാൻ സാധിക്കും. പക്ഷേ അവർ തന്നെ കണ്ടെത്തിയാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമായിരുന്നു എന്ന് തെളിഞ്ഞാൽ തൻ്റെ ജീവിതം പിന്നെ അവൾ മനസ്സിലോർത്തു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ റെക്കോർഡ് ചെയ്ത വോയിസ് അശ്വിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് സിദ്ധിയുടെ ഓർമ്മയിൽ അവളുടെ ഡയറിയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുകയാണ് അശ്വിൻ. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന നോട്ടിഫിക്കേഷൻ ടോൺ വന്നത്. അത് കേട്ടതും അവൻ തൻ്റെ അടുത്ത് കിടന്ന ഫോൺ എടുത്ത് നോക്കി. ഷെറിൻ എന്ന് കണ്ടതും അവൻ സംശയത്തോടെ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു. അതിൽ ഷെറിനും അവനും തമ്മിലുള്ള സംസാരത്തിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവളെ അവൻ കൂടെ കിടക്കാൻ വിളിക്കുന്നതും മറ്റും എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് അവൾ ആ റെക്കോർഡിങ്സ് അവൻ അയച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള റിലേഷൻ്റെ കാര്യമൊന്നും അതിലുണ്ടായിരുന്നില്ല. എന്നാൽ സിദ്ധിയെ കൊന്നത് അവനാണെന്നുള്ള സത്യവും അമ്മുവും സിദ്ധുവും അകലാൻ കാരണം അവനാണെന്നുമുള്ള സംഭാഷണങ്ങൾ കേട്ടതും അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. പെട്ടെന്ന് തന്നെ ഇത് സിദ്ധുവിനെ അമ്മുവിനെ അറിയിക്കണമെന്ന് അവന് തോന്നി. റൂമിൽ എന്തോ ആലോചനയോടുകൂടി ഇരിക്കുകയാണ് അമ്മു. സിദ്ധു അവളോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ തികട്ടിക്കൊണ്ടിരുന്നു. അത് ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുറിയിലേക്ക് വന്നു കയറിയ സിദ്ധു കാണുന്നത് കണ്ണുകൾ തുടയ്ക്കുന്ന അമ്മുവിനെയാണ്. അത് കണ്ടതും അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അമ്മു, മോളെ. അവൻ അവളുടെ കാലിൽ കൈകൾ വെച്ചുകൊണ്ട് വിളിച്ചു. അവൾ നിറഞ്ഞിരിക്കുന്ന കണ്ണുകളുമായിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഇത്രയും സോറി പറഞ്ഞില്ലേ അമ്മു. ഇനിയെങ്കിലും നിനക്കിങ്ങനെ വിഷമിക്കാതിരുന്നൂടെ? നിൻ്റെ ഈ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? നിന്നെ എന്ന് മുതൽ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ നിൻ്റെ ഈ കണ്ണുകൾ നിറയരുതെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ ആ ഞാൻ തന്നെ അതോർക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അതിൻ്റെ കൂടെ നീ ഇങ്ങനെ ഓരോന്നോർത്ത് കരയല്ലേ? അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്കറിയില്ല, മറക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷെ മറക്കാൻ ശ്രമിക്കുന്ന ഓരോ തവണയും അത് ഓർമ്മയിലേക്ക് തന്നെ വരിക. മറ്റാര് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഇത്രയും വിഷമം ആവില്ലായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുകയും എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്ത അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് മറക്കാൻ കഴിയുന്നില്ല. അവൾ വിങ്ങിപ്പോയി. അമ്മു, എന്നെ നോക്കടാ. അവൻ ബലമായിട്ട് അവളുടെ മുഖം പിടിച്ച് അവൻ്റെ മുഖത്തിൻ്റെ നേരെ തിരിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളുമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ച് നിന്നോട് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മു? നിന്നെ അങ്ങനെയാണ് ഞാൻ കരുതിയിരിക്കുന്നതെന്നാണോ? ദേഷ്യം വന്നപ്പോൾ എന്തോ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ ഒരിക്കൽ പോലും ഞാൻ മനസ്സിൽ അങ്ങനെ കരുതിയിട്ടില്ല. നിന്റെ ശരീരത്തിൽ കല്യാണത്തിന് മുമ്പ് ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് നീ എൻ്റേതാണെന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഓരോ തവണ നിന്റെ ശരീരത്തിൽ തൊടുമ്പോഴും നീ അതിന് സമ്മതിച്ചു തരുന്നത് അങ്ങനെ ഒരു പെണ്ണായിട്ടല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം അന്ന് മുതൽ നിന്റെ ഈ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നീ എനിക്ക് വേണ്ടി മൗന അനുവാദം തന്നതെന്ന് എനിക്കും നിനക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ നീ സിദ്ധിയെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെമ്പർ തെറ്റിപ്പോയി. ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയതാ. അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ പെണ്ണിനെ തെറ്റിദ്ധരിച്ചിട്ടില്ല. ഇനി ഒരിക്കലും തെറ്റിദ്ധരിക്കുകയുമില്ല. എനിക്ക് അത്രയ്ക്കും ജീവനാടി നിന്നെ. അതെങ്ങനെയാണ് നിന്നോട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവൻ അവളുടെ മുഖം കൈകളിലെടുത്ത് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനൊന്നും മിണ്ടാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി.